ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളുടെ കേരള കളക്ഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് ബസൂക്ക എന്ന മമ്മൂട്ടി ചേട്ടന്റെ സമീപകാലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഇതുവരെയുള്ള കേരള ഗ്രോസ് കളക്ഷനാണ്. 19 ദിവസത്തെ സിനിമയുടെ കേരള കൃത്യമായ കളക്ഷൻ പുറത്തു വരുമ്പോൾ 13,50,00,000 രൂപ മാത്രമേ സിനിമയ്ക്ക് കേരളത്തിൽ ഗ്രോസ് വന്നിട്ടുള്ളൂ. വേൾഡ് വൈഡ് ഫിഗേഴ്സ് ഇനിയും കൃത്യമായിട്ട് പുറത്തു വരാത്ത അവസാനത്തെ ഫിഗേഴ്സ് 25 കോടി കടന്നുവന്ന റിപ്പോർട്ടുകളുള്ള സിനിമ വെറും ഡിസാസ്റ്റർ അല്ല. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്നൊരു സ്ഥാനം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തേത് മരണമാസം എന്ന ബേസിൽ ജോസഫ് സിനിമയുടെ കളക്ഷനാണ്. വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി പയ്യെ തുടങ്ങി പിന്നീട് മികച്ച കളക്ഷൻ ഓരോ ദിവസങ്ങളിൽ നേടിയെടുത്തുകൊണ്ടിരുന്ന സിനിമ 19 ദിവസങ്ങൾ കൊണ്ട് 12,63,00,000 എന്ന കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇപ്പോഴും 25 ലക്ഷത്തോളം പ്രതിദിനം കേരള ഗ്രോസ് നേടിയെടുത്ത് മുന്നേറുന്ന സിനിമ ഒരുപക്ഷെ ബസൂക്കയുടെ കേരള ഗ്രോസ് മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴ ജിംഖാന വിഷു വിന്നറായ സിനിമയാണല്ലോ. കഴിഞ്ഞ ആഴ്ച തെലുഗു ഡബ് കൂടി തെലുഗു നാട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ തെലുഗു ഡബ് വെർഷൻ കൂടി ഇപ്പോഴത്തെ വിജയകരമായി മാറിയിരിക്കുന്നു എന്നാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നമ്മുടെ കേരള കളക്ഷൻ 19 ദിവസങ്ങൾ കൊണ്ട് 36,91,00,000 പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഫിഗേഴ്സ് ഇനിയും വന്നിട്ടില്ല. 60 കോടി കളക്ഷൻ നേരത്തെ പിന്നിട്ട സിനിമയ്ക്ക് നിലവിൽ 3 കോടിയിലേറെ തെലുഗു ഡബ് വെർഷൻ കളക്ഷൻ ഉണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. ഗുഡ് ബാഡ് അഗളി എന്ന അജിത്ത് സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ 19 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 4,93,00,000 ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ സിനിമയ്ക്ക് 1,00,000 രൂപയാണ് കേരള ഗ്രോസ് കളക്ഷൻ. ഫൈനൽ കേരള ഗ്രോസ് 5 കോടി കടക്കാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഞായറാഴ്ച വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 240 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ട സിനിമ ഇന്നലെയോടെ 243 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് 250-300 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയൊരു തരംഗമായി സിനിമയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇനി അവസാനമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ വർഷത്തിലെ വലിയ വിജയം ഉറപ്പാക്കി കഴിഞ്ഞ തുടരും എന്ന സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ പ്രതീക്ഷ 7-8 കോടി റേഞ്ചിലേക്ക് സിനിമ എത്തപ്പെട്ടിട്ടില്ല. 6,85,00,000 ഇന്നലെ ആദ്യ തിങ്കളാഴ്ച കേരള ഗ്രോസ് വന്ന സിനിമ ഇതുവരെ കേരളത്തിൽ നിന്നും 27,15,00,000 ഗ്രോസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 83 കോടി കടന്ന വിവരം മറ്റൊരു വീഡിയോയിലൂടെ ഇന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. കാത്തിരിക്കൂ, വലിയ വിജയമായി മാറിയ തുടരും സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട്.